التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം 33-ാമത്തെ ഹദീസായി എടുത്തുദ്ധരിച്ചത് عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال: لو يعطى الناس بدعواهم لادعى رجال أموال قوم ودماءهم ولكن البينة على المدعي واليمين على من أنكر. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഈ മഹത്തായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ലൗ യുഅത നാസു ബിദഅവാഹും, ജനങ്ങൾക്ക് അവരുടെ അവകാശവാദത്തിനനുസരിച്ച് നൽകുകയാണെങ്കിൽ ലദ്ദഅ റിജാലുൻ, ചില ആളുകൾ അവകാശവാദം ഉന്നയിക്കുമായിരുന്നു, അംവാല ഖൗമിൻ വദിമാഅഹും, മറ്റു ചിലരുടെ സമ്പത്തിലും രക്തത്തിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുമായിരുന്നു. ലൗ യുഅത അന്നാസു ബിദഅവാഹും ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, ജനങ്ങൾക്ക് അവരുടെ അവകാശവാദങ്ങൾ നൽകുകയാണെങ്കിൽ, അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ചില ആളുകൾ മറ്റു ചിലരുടെ സമ്പത്തിലും രക്തത്തിലും അവകാശവാദം ഉന്നയിക്കുമായിരുന്നു. വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഇ, മറിച്ച് ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത്, ആരാണോ ഇതെൻ്റെതാണ് അതല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത്, അവനാണ്, വാദിക്കുന്നവനാണ് തെളിവ് നിരത്തേണ്ടത്. വൽ യമീന അലാ മൻ അൻകർ, നിഷേധിക്കുന്നയാൾ അഥവാ വാദത്തെ നിഷേധിക്കുന്നയാൾ ആണ്, അയാൾ സത്യം പറയുകയും ചെയ്യുകയാണ് വേണ്ടത്. സത്യം ചെയ്യുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കൂടുതൽ വിശദീകരിച്ചാൽ മനസ്സിലാകും. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു: വഹാദൽ ഹദീസു അസ്ലുൻ ഉസൂലുൽ ഖളാ, ഖളാഇന്റെ വിഷയത്തിൽ അഥവാ വിധി തീർപ്പ് കൽപ്പിക്കുന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായ ഹദീസാണിത്. രണ്ട് ആളുകൾക്കിടയിൽ, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ, രണ്ടഭിപ്രായങ്ങൾ വന്നാൽ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിഷയത്തിലുള്ള അടിസ്ഥാനപരമായ ഹദീസാണിത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഉദ്ധരിച്ചത്, പറഞ്ഞത്? ലൗ യുഅത അന്നാസു, ജനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ബിദഅവാഹും, അവരുടെ അവകാശവാദങ്ങൾ. അഥവാ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആളുകൾ പല രൂപത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇതെൻ്റെതാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നിങ്ങനെ ജനങ്ങൾ പറയുന്നതിനനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ വിധി പറയുകയാണെങ്കിൽ, അതെല്ലാം വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ ലദ്ദഅ റിജാലുൻ,
ചില ആളുകൾ വാദിക്കുമായിരുന്നു, അവകാശവാദം ഉന്നയിക്കുമായിരുന്നു, അംവാല ഖൗമിൻ വദിമാഅഹും, മറ്റു ചില ആളുകളുടെ, മറ്റു ചിലരുടെ സമ്പത്തിലും രക്തത്തിലും, അഥവാ മറ്റുള്ളവരുടെ സമ്പത്തിന്റെ കാര്യത്തിൽ, അതുപോലെ അവരുടെ രക്തച്ചൊരിച്ചൽ, രക്തം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആളുകൾ അവർക്ക് തോന്നിയത് പറയും. അപ്പൊ അതൊക്കെ വകവെച്ചു കൊടുക്കേണ്ടി വരും എന്നായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും അവർക്ക് തോന്നിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് ഈ വിഷയത്തിൽ അടിസ്ഥാനമാണ്. ഇങ്ങനെ ഒരു വിഷയം വന്നാൽ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അംവാലും ദിമാഉം പറഞ്ഞത്? സമ്പത്ത്, അംവാൽ എന്ന് പറഞ്ഞാൽ മാൽ എന്നതിൻ്റെ ബഹുവചനമാണ്. മാലുൻ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, അതിൻ്റെ ബഹുവചനമാണ് അംവാൽ. അതുപോലെ ദമുൻ, രക്തം എന്നതിൻ്റെ ബഹുവചനമാണ് ദിമാ. പൊതുവെ ജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വിഷയത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ഒന്നല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, കുഴപ്പങ്ങളായിരിക്കും. അതല്ലെങ്കിൽ രക്തം ചിന്തിയതിൻ്റെ പേരിൽ ഒരാളെ തല്ലി അല്ലെങ്കിൽ കൊന്നു, അങ്ങനെയുള്ള വിഷയത്തിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വിധി നടപ്പാക്കുന്ന സന്ദർഭത്തിൽ എന്ത് വേണം, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഈ, ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത്, ആരാണോ ഇതെൻ്റെതാണ് അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണ്, അതല്ലെങ്കിൽ ഇന്നയാൾ ഇന്നയാളെ കൊന്നിരിക്കുന്നു, അയാളുടെ രക്തം ചിന്തിയിരിക്കുന്നു എന്ന് പറയുന്നത്, അയാളാണ് തെളിവ് നിരത്തേണ്ടത്, തെളിവ് ഹാജരാക്കേണ്ടത്. വൽ യമീൻ അലാ മൻ അൻകർ, ഇനി അത് അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്താൽ മതി. അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് സത്യം ചെയ്യണം, അതെൻ്റെതല്ല, അതല്ലെങ്കിൽ ഞാനല്ല, ഞാൻ അതിൻ്റെ ആളല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്താൽ മതിയാവുന്നതാണ്. ഇത് സഹോദരങ്ങളെ വളരെ വലിയ ഒരു അസ്ലാണ്, അടിസ്ഥാനമാണ്. പല ആളുകളും അവർക്ക് തോന്നിയതുപോലെ പലതിൻ്റെയും മേൽ കടന്നുകയറ്റം നടത്താറുണ്ട്. അങ്ങനെ ഒരു ഹാക്കിമിൻ്റെ, ഒരു ന്യായാധിപന്റെ വിധി പറയുന്ന ഒരാളുടെ, ഒരു ഖാദിയുടെ അടുക്കലേക്ക് വന്നാൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യമാണിത്. എന്താണ് ചെയ്യേണ്ടത്? അൽ ബയ്യിനതു അലൽ മുദ്ദഈ, വാദിക്കുന്ന ആളാണ് തെളിവ് നിരത്തേണ്ടത്. അയാൾ തെളിവ് സമർപ്പിക്കണം. എങ്ങനെയൊക്കെയാണ് പൊതുവെ തെളിവുകൾ സമർപ്പിക്കാൻ സാധിക്കുക? ഒന്നല്ലെങ്കിൽ അൽ ഇഖ്റാർ, ഇദ്ദേഹം പറഞ്ഞാൽ അതിൽ ആ ആള് സമ്മതിക്കണം. അതല്ലെങ്കിൽ നേർക്ക് നേരെ, ഇപ്പൊ ഇന്നയാൾ എനിക്ക് ഇത്ര പൈസ തരാനുണ്ട് എന്നൊരാൾ അവകാശവാദം പറഞ്ഞാൽ മറ്റേയാൾ അത് സമ്മതിച്ചാൽ എന്തായി? തെളിവായി. അതെന്താണ്? ബയ്യിനത്താണ്, തെളിവാണ്. അതല്ലെങ്കിൽ സാക്ഷ്യം പറയണം, വേറെ ആരെങ്കിലും, ഏതെങ്കിലും സാക്ഷികൾ ഉണ്ടാവണം. അപ്പം അയാൾ കൊല്ലുന്നത് മറ്റേയാൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ പുരുഷന്മാരാണെങ്കിൽ 2 അതിൽ കൂടുതലോ വേണം. അതുപോലെ തന്നെ ഒരു പുരുഷനാണെങ്കിൽ 2 സ്ത്രീയും, അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ, ഇനി സ്ത്രീകളുടെ മാത്രം ഖാസായ ചില വിഷയമാണെങ്കിൽ ഒരു സ്ത്രീ ഷഹാദത്ത് പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ ഇന്ന വ്യക്തിക്ക് മുലയൂട്ടിയിട്ടുണ്ട്, അത് വേറെ ആരും കാണാനില്ല, അവർ പറഞ്ഞാൽ ആ സാക്ഷ്യം അത് തെളിവാണ്. ഇത്തരത്തിലുള്ള മസ്അലകളിൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തെളിവ് നിരത്തുക എന്നതാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തെളിവ് നിരത്തിയാൽ മാത്രമേ ഇത് വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ആളുകൾ തോന്നിയതുപോലെ മറ്റുള്ളവരുടെ സമ്പത്തിലും രക്തത്തിലുമൊക്കെ ഇതുപോലെ കടന്നുകയറ്റം നടത്തുമായിരുന്നു എന്നാണ്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് വളരെ മഹത്തരമായ അസ്ലാണ്. ആളുകൾക്കിടയിൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ, അതല്ലെങ്കിൽ ഒരു വിഷയം വന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ഈ മാനദണ്ഡം പാലിക്കാതെ എടുക്കരുത്. അതെങ്ങനെ ആളുകൾ സ്വാധീനിച്ചാലും ശരി, നമുക്ക് പ്രിയപ്പെട്ട ആളുകളായാലും ശരി, ബയ്യനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തീർപ്പ് കൽപ്പിക്കേണ്ടത്. അതാണ് ന്യായമായ, നീതിപൂർണമായ നിലപാട്. ഇത് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഭരണാധികാരികൾ, അതുപോലെ ഭരണമുള്ള ആളുകൾ, ഉത്തരവാദിത്തമുള്ള ആളുകൾ. അവിടെ ഒരു നിലക്കും അലസത, അലംഭാവം കാണിക്കരുത്. അതല്ലെങ്കിൽ നമ്മുടെ ആളുകളല്ലേ എന്ന രൂപത്തിൽ മറ്റുള്ള ആളുകളോട് അതിക്രമം കാണിക്കുന്ന രൂപത്തിൽ ആവരുത്. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അത് അപ്പാടെ ഒഴുങ്ങി എന്നിട്ട് അതിനൊരു നിലപാടെടുക്കരുത്. മറിച്ച് വ്യക്തമായ തെളിവ് അന്വേഷിക്കണം. തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ വിഷയത്തിൽ ഒരു നിലപാടിൽ എത്തേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണം കാണാം. ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അവർ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? അത് അവരുടെ അവകാശവാദമായിരുന്നു. അങ്ങനെ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഫത്തബിഊനി, എന്നെ പിന്തുടരുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പറയുകയാണ്, എൻ്റെ സുന്നത്ത്, എന്നെ പിന്തുടരുക. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമതു ഹാകിമതുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്. ഈ ആയത്ത്, ഈ മഹത്തായ ആയത്ത് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന എല്ലാവരുടെ വിഷയത്തിലുമുള്ള തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ആയത്താണ്. നോക്കൂ, ഒരാളിങ്ങനെ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അയാൾ അതിന് തെളിവ് നിരത്തണം. എന്താണ് അയാൾക്കുള്ള തെളിവ്? എന്താണ് അയാൾ ചെയ്യേണ്ടത്? ഫത്തബിഊനി, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്തിലാവണം, സുന്നത്തിലാവണം. അതൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഏത് വിഷയത്തിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഇനി മറുകക്ഷിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യേണ്ടതില്ല? തെളിവ് കൊണ്ടുവരേണ്ടതില്ല. ഒരു കാര്യം ഇല്ല എന്ന് സമർപ്പിക്കാൻ എന്ത് വേണ്ട? തെളിവ് വേണ്ടതില്ല. ഇല്ല എന്നതിന് തെളിവ് വേണ്ടതില്ല. മറിച്ച് അയാൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുക. അള്ളാഹുവാണേ എന്ന് പറഞ്ഞ് സത്യം ചെയ്താൽ അയാളുടെ ബാധ്യത ഒഴിവായി. ഇത് സഹോദരങ്ങളെ എല്ലാ വിഷയത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഹദീസാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആളുകൾ തെളിവ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആളുകൾ പറയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇന്ന തെളിവുണ്ട്, ഇന്നതുണ്ട്, അങ്ങനെയുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത് ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. അപ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ആളുകൾ, പുരോഹിതന്മാർ ജനങ്ങളെ വഞ്ചിക്കാറുള്ളത് എന്താണ്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അല്ലാത്തവരെ വിളിക്കരുത് എന്ന്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചില പുരോഹിതന്മാർ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ജാറങ്ങൾ കെട്ടിയുയർത്താൻ, ഖബറുകൾ പൊന്തിക്കാൻ പാടില്ല, ഉറൂസ് നടത്താൻ പാടില്ല എന്നെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവർ ഈ ഹദീസ് പഠിച്ചാൽ പ്രശ്നം തീർന്നു. എന്താണ്? ഉണ്ട് എന്ന് പറയാനാണ് തെളിവ് വേണ്ടത്, ഇല്ല എന്ന് പറയാൻ തെളിവ് വേണ്ടതില്ല. അൽ ബയ്യിനതു അലൽ മുദ്ദഇ. നോക്കൂ, പല ആളുകളും ഇത്തരം പുരോഹിതന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആകെ വെപ്രാളത്തിലായി പോവാറുണ്ട്. നോക്കൂ, ഇത് ഉസൂലാണ്. ഈ ഹദീസ് വളരെ അടിസ്ഥാനമാണ്. ഇങ്ങനെ ഏത് വിഷയത്തിലും ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞു, അല്ലെ അയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു, തെളിവ് ചോദിക്കണം, തെളിവ് നിരത്തണം. അയാൾ ഇന്ന കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ കേട്ട ഉടനെ തൊണ്ട തൊടാതെ നമ്മൾ വിഴുങ്ങരുത്. തെളിവ് നിരത്താൻ പറയണം. തെളിവ് ഹാജരാക്കാൻ
പറയണം. അങ്ങനെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസ്. നമ്മുടെ സമ്പത്തിനും അതുപോലെ രക്തത്തിനും എല്ലാ കാര്യത്തിനുമുള്ള ഹിഫ്ള്, സംരക്ഷണം ഈ ഹദീസിൽ ഉണ്ട്. അതുകൊണ്ടാണ് ആർക്കും തോന്നിയതുപോലെ കടന്നു കയറാൻ അനുവാദമില്ല, സാധിക്കുകയില്ല. ഈ അസ്ല് പഠിച്ചാൽ, ഇത് നടപ്പിലാക്കിയാൽ തോന്നിയതുപോലെ ആളുകൾക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും വാദിക്കാം എന്നത് സാധ്യമല്ല. മറിച്ച് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. ഈ ദീൻ പരിപൂർണമാണ്, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് എന്നതിനുള്ള തെളിവാണിത്. അതുപോലെ ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്ന വളരെ മഹത്തരമായ മറ്റൊരു ഗുണപാഠമാണ്, രണ്ട് പേർക്കിടയിൽ, രണ്ട് ആളുകൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ, സംഘങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ എങ്ങനെ തീർപ്പ് കൽപ്പിക്കണം. അതിന് വ്യക്തമായ മാനദണ്ഡം, നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതിരുന്നാൽ മാത്രമേ നീതിപൂർണമായ ഒരു വിധി പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണത്? അൽ ബയ്യിനതു അലൽ മുദ്ദഇ. പ്രശ്നം തീർക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്. ഒരാൾ വന്ന് കാര്യം പറഞ്ഞാൽ അയാൾ തെളിവ് ഹാജരാക്കിയാൽ പ്രശ്നം കഴിഞ്ഞു. ഇനിയോ ഇയാൾ പറയുന്നത് കളവാണെന്ന് തെളിയിക്കാനുള്ള മാർഗം എന്താണ്? ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അള്ളാഹുവാണ് എന്ന് സത്യം ചെയ്ത് ആ കാര്യം നിഷേധിച്ചാൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാർഗം പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ ഈ വാദം ഉന്നയിക്കുന്ന ആൾ ആർക്കെതിരെയാണോ വാദം ഉന്നയിച്ചത് അയാൾ അംഗീകരിക്കാത്ത കാലത്തോളം അയാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഒരാൾ നിരപരാധിയായ ഒരാളുടെ പേരിൽ വേറൊരാൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ യമീന അലാ മൻ അൻകർ. നിഷേധിക്കുന്നയാൾ സത്യം ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു, അതുകൊണ്ട് അവിടെ തീരും. അതല്ലെങ്കിലോ ഇയാൾ മറ്റേയാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ല, നീ എന്നെ തെളിയാത്ത കുറ്റമൊക്കെ ചാർത്തതില്ലേ എന്നതുപോലെ അങ്ങനെ കിട്ടിയതൊക്കെ നിരപരാധികളുടെ മേൽ ചാർത്താനുള്ള ഒരു വകുപ്പ്, ഒരു സാധ്യത ഒഴിവാക്കുകയാണ് ഈ ഹദീസിലൂടെ. അങ്ങനെ ഒരാളോടും അതിക്രമം കാണിക്കാൻ സാധിക്കുകയില്ല. ഇപ്പം നീതിപൂർണമായ ഇതുപോലെ തീരുമാനങ്ങൾ, പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ അസ്ലായി, അടിസ്ഥാനമായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസാണിത്. അതോടൊപ്പം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അന്യായമായി ഇതുപോലെ വല്ലതും നേടിയെടുത്താൽ, ഇനി ഒരാൾ കളവ് സത്യം ചെയ്തു എന്ന് വിചാരിക്കുക, വല്ലാഹി എന്ന് കളവാണ് സത്യം ചെയ്തത് എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു മുസ്ലിമിന്റെ വല്ലതും അപഹരിച്ചാൽ ലഖിയ അല്ലാഹ വഹുവ അലൈഹി ഗൽബാൻ, അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു ഇയാളോട് കോപിക്കുന്നതാണ്. അള്ളാഹുവിന് ഇയാളോട് കോപം ഉള്ള അവസ്ഥയിലായിരിക്കും നാളെ പരലോകത്ത് വരിക. അപ്പോൾ വാദിക്കുന്ന ആൾ തെളിവ് നിരത്തിയിട്ടും ചിലപ്പോൾ സാമർഥ്യം എന്ന പേരിൽ ചില ആളുകൾ സത്യം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ രക്ഷപ്പെട്ടാലും പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്നതും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഫഖദ് ഔജബ അല്ലാഹു ലഹു നാർ, അയാൾക്ക് അല്ലാഹു നരകം നിർബന്ധമാക്കും. ഇതുപോലെ കള്ളസത്യം ചെയ്ത് വല്ലതും കരസ്ഥമാക്കിയാൽ, നേടിയെടുത്താൽ, വഹറമ അലൈഹിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കുകയും ചെയ്യും. നരകം നിർബന്ധമാക്കും, സ്വർഗം ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. നോക്കൂ, ഏത് പ്രശ്നത്തിലും ഈ ഒരു മാനദണ്ഡം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് നിരത്തിയാൽ മാത്രമേ അത് വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. മറ്റേ ആളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ചില ആളുകൾ ഇതുപോലെ വല്ല അധികാരം ഉപയോഗിച്ചുകൊണ്ടും സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ടും ഇനി വല്ലതും നേടിയെടുത്തു എന്ന് വിചാരിക്കുക. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ അന ബശറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായും ഞാൻ മനുഷ്യൻ മാത്രമാകുന്നു. വഇന്നകും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ചിലപ്പോൾ തർക്കിക്കാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാറുണ്ട്. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്, ചിലപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് നിങ്ങളിൽ ചിലർ മറ്റേയാളേക്കാൾ കൂടുതൽ വാക്ക് സാമർഥ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. വഇന്നമാ അഖ്ദി ബിനഹ്വി മാ അസ്മഉ, എനിക്ക് ഞാൻ കേട്ടതിനനുസരിച്ച്, എനിക്ക് മനസ്സിലായതിനനുസരിച്ചാണ് ഞാൻ വിധി പറയുക. അപ്പോൾ ചില ആളുകൾ വാക്സാമർത്ഥ്യം കൊണ്ട് എന്ത് ചെയ്യും? വാദിയെ പ്രതിയാക്കും. എന്നിട്ട് വല്ലതും തട്ടിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ തട്ടിയെടുക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ ഖളൈതു ലഹു മിൻ ഹഖ്ഖി അഖീഹി ബിശൈഇൻ, അങ്ങനെ ആർക്കെങ്കിലും ഞാൻ വല്ലതും വിധി നടത്തുകയാണെങ്കിൽ അവൻ്റെ സഹോദരന്റെ വല്ലതിൽ നിന്നും, ഫലാ യഅഖുദുഹു, അങ്ങനെ ഒരാളും എടുക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ഖിത്അതൻ മിനൻ നാർ, തീർച്ചയായും ഞാൻ അങ്ങനെ അന്യായമായിട്ടാണ്, ഞാൻ കേട്ടതിനനുസരിച്ചാണ് ഞാൻ വിധി പറയുന്നത് എങ്കിൽ നരകത്തിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് ഞാൻ അവന് വിധിച്ചു നൽകുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യം പറയാണ്. അവിടുത്തെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ഇതുപോലെ ആളുകൾ വാക്സാമർത്ഥ്യം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ പലതും ഇതുപോലെ കരസ്ഥമാക്കുകയാണെങ്കിൽ പറയുകയാണ്, നരകത്തിൽ നിന്നുള്ള ഓഹരിയാണ് വിധിച്ചു നൽകുന്നത്. ഇത് എല്ലാ കാലത്തേക്കും ബാധകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും നല്ല മാർഗദർശനം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഹാക്കിം, ഒരു വിധി പറയുന്ന ഖാദിയായിരിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. അന്യായമായി ഇതുപോലെ വിധിക്കേണ്ടി വന്നാൽ അത് വളരെ ഗൗരവമാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിക്കുക, വകവെച്ചു കൊടുക്കുക എന്നതാണ്. അതല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആളുകൾ അവർക്ക് തോന്നിയതുപോലെ പറയുമായിരുന്നു. എത്ര മനോഹരമായ സംരക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഒരാൾക്കും തോന്നിയതുപോലെ അവകാശവാദം ഉന്നയിച്ച് ഒരാളെയും പറ്റിക്കാനോ ഇതുപോലെ കടന്നുകയറ്റം നടത്താനോ ഉള്ള ഒരു വകുപ്പും അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ല. അതാണ് ഈ ഹദീസിനെ കുറിച്ച് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യുഅതന്നാസു ബിദഅവാഹും ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, ജനങ്ങളുടെ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ചില ആളുകൾ മറ്റു ചിലരുടെ സമ്പത്തിലും രക്തത്തിലും അവകാശവാദം ഉന്നയിക്കുമായിരുന്നു. വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഇ, മറിച്ച് ആരാണോ വാദിക്കുന്നത് അവനാണ് തെളിവ് നിരത്തേണ്ടത്. വൽ യമീന അലാ മൻ അൻകറ, ആരാണോ നിഷേധിക്കുന്നത് അയാൾ സത്യം ചെയ്യുകയുമാണ് വേണ്ടത്.